നിരന്തരമായ പീഡനങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോഴും തന്റെ ഇടത്തോടെയുള്ള ഐക്യബദ്ധമായ മറുപടി ശത്രുക്കളെ നിലംപരിശാക്കിയിരുന്നു. പറഞ്ഞു വരുന്നത് അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജൂതനാണെന്ന് പറഞ്ഞ് വാദിച്ചു നടക്കുന്ന ഒരാൾ കൂഫയിൽ ഉണ്ടായിരുന്നു. ആരെതിർത്ത് പറഞ്ഞാലും അതിനെ മറുപടി കൊണ്ട് തോൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയിരിക്കെയാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമീപിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മകൾക്കുള്ള ഒരു വിവാഹ അന്വേഷണവുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് സമീപിക്കുന്നുണ്ട്. അപ്പോ വരൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നല്ല മാന്യനാണ്, നല്ല സ്വഭാവമാണ്, ധർമ്മിഷ്ഠനാണ് എന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ജിജ്ഞാസയോടുകൂടി എന്താണ് ആ കാര്യം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾ കെട്ടാൻ പോകുന്ന ആ വ്യക്തി ജൂതനാണ്. എന്റെ മകളെ ഒരു ജൂതന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ആക്രോശിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഈ കഥയെ മാറ്റിമറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ രണ്ടു മക്കളെ ജൂതന്മാർക്കാണോ അപ്പോ കല്യാണം കഴിച്ചു കൊടുത്തത്? പരിഭ്രമിച്ചുകൊണ്ട് ആ വാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥലം വിടുകയാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ സമീപനം എവിടെയും വിജയിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.